ചിന്തിക്കേണ്ട കാര്യമാണ്. അപ്പൊ വിശുദ്ധ ജീവിതം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒന്ന് രണ്ട് കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കുന്നതല്ല. ഏതെങ്കിലും ഇപ്പൊ ഞാൻ പറയാം, ഞാൻ വെള്ളയല്ലാതെ ഇടുകയില്ല, നല്ലൊരു കാര്യം അത്. പക്ഷെ അതുകൊണ്ട് മാത്രം ഒരാൾ വിശുദ്ധനൊന്നും ആവുന്നില്ല. ഞാൻ പച്ചക്കറിയേ കഴിക്കുള്ളൂ, വളരെ നല്ല അസുഖം കുറഞ്ഞിരിക്കും, പക്ഷെ അതുമാത്രം വിശുദ്ധിയാവുന്നില്ല. ഒരു ഉദാഹരണം പറയാം. വർഷങ്ങൾക്ക് മുമ്പ് ലണ്ടനിൽ ഒരു പെട്രോൾ ബങ്കിൽ ഒരാൾ പെട്രോൾ അടിക്കുക. അയാൾ പെട്രോൾ അടിക്കാൻ ചെല്ലുമ്പോ, വർഷങ്ങൾക്ക് മുമ്പല്ലേ, അന്ന് ലോകത്ത് കിട്ടാവുന്നതിലേക്ക് ഏറ്റവും വലിയ വില കൂടിയ ഒരു ക്യാമറ ഈ പമ്പിന്റെ ഉടമസ്ഥൻ അന്നേരം അത് കൈവച്ച് കണ്ടോണ്ടിരിക്കുക, ഓപ്പറേറ്റ് ചെയ്തോണ്ടിരിക്കുക. പെട്ടെന്ന് ഇദ്ദേഹത്തിന് പെട്രോൾ കൊടുക്കേണ്ട ആവശ്യത്തിന് സഹായിക്കാൻ വന്നപ്പോ ഈ വില കൂടിയ ക്യാമറ തറ വെക്കുന്ന എങ്ങനെയാ? പിങ്ങേരുടെ കാർ ഇന്നത്തെ പോലെ ചില്ല് കയറ്റിയിട്ടിരിക്കുകയല്ല. അപ്പൊ അതിനകത്തോട്ടങ്ങ് വെച്ചു, കാറിനകത്തോട്ടങ്ങ് വെച്ചു, വെച്ച് പെട്രോൾ അടിച്ചു. പെട്രോൾ അടിച്ചു കഴിഞ്ഞ് പൈസ കൊടുത്തു, കാർ വിട്ടുപോയി. അന്ന് ആ ക്യാമറ ആളുകൾക്കില്ല, വളരെ വില കൂടിയ ക്യാമറയാ. ഈ മനുഷ്യനും ഭാര്യയും കൂടെ കുറെ ദൂരം പോയി. ഇയാൾ ഇവിടെ കിടന്ന്, ഫോണില്ലല്ലോ, മൊബൈലില്ലല്ലോ, ഇയാൾ ക്യാമറ പോയി, ഇയാൾ ക്യാമറ തപ്പുക, എവിടെയാ വെച്ചെന്നറിയത്തില്ല. വളരെ മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യനും ഭാര്യയും കൂടെ ഓണടിച്ച് വേഗം പമ്പിലേക്ക് തിരിച്ചു വന്നു. അവരുടെ പറഞ്ഞു, എന്റെ വണ്ടിയിൽ ഒരു ക്യാമറ ഇരുന്ന് കിട്ടി, എന്റേതല്ലിത്, ഞാൻ ആകെ നിർത്തിയ സ്ഥലം ഈ പമ്പാ, അതുകൊണ്ട് ഇവിടുത്തേതാണോ? പമ്പുകാരൻ അങ്ങ് സന്തോഷം കൊണ്ട് ഇയാളെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, ഏതായാലും നിങ്ങളെപ്പോലെ ഒരു നല്ല മനുഷ്യനെ എന്റെ ആയുസ് ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് നിങ്ങളുടെ ഒരു ഫാമിലി ഫോട്ടോ എടുക്കണം, പ്ലീസ് ഒന്ന് ഇറങ്ങി നിന്നേ, എനിക്കൊരു പത്രത്തിൽ കൊടുക്കണം. അപ്പൊ ഈ മനുഷ്യൻ കാല് പിടിക്കുക, പ്ലീസ് ഫോട്ടോ എടുക്കരുത്, പ്ലീസ് ഫോട്ടോ എടുക്കരുത്, ഫോട്ടോ എടുക്കരുത്, അയ്യോ ഫോട്ടോ എടുക്കരുത്. അതെന്താ ബ്രദർ, ഇത്രയും നല്ല കാര്യം ചെയ്ത ഒരു മനുഷ്യനെ എല്ലാ പത്രത്തിലും വരട്ടെ, ലോകം അറിയട്ടെ, പ്ലീസ് എടുക്കരുത്, അയ്യോ എടുക്കരുത്, എടുക്കരുത്. ഇതെന്താ? അപ്പോ ചെവിയിൽ ഏതാണ്ടൊന്ന് പറഞ്ഞു. ചെവി പറഞ്ഞ് പിന്നെ വെളിയിൽ വന്നു, കൂടെ ഉള്ളത് ഭാര്യയല്ല. പുള്ളി ക്യാമറയുടെ കാര്യത്തിൽ വിശ്വസ്തനാണ്. വേറൊരാളുടെ ക്യാമറ അല്ല, മൊബൈൽ, ഒരു സാധനം എടുക്കുകയില്ല. പക്ഷെ ഇങ്ങനെ ഒരു ചെറിയ പരിപാടി ഇടയ്ക്കുണ്ട്. അവസരം കിട്ടുമ്പോൾ മറ്റുള്ളവരുടെ കൂടെ കറങ്ങി നടക്കുക. ഏതാ വലിയ പാപം? സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അറിയാം. ആ മരം വേറൊരാൾ പറഞ്ഞു പോയിട്ട് വേണ്ടെന്ന് വിഷയം വിട്ടിരിക്കുന്നു. വിശുദ്ധി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ അമിത പ്രാധാന്യം കൊടുക്കുന്നതല്ല, ഏതെങ്കിലും ഒരു കാര്യത്തെ ഭയങ്കരമായിട്ട് വലിപ്പപ്പെടുത്തി കാണിക്കുന്നതല്ല, കർത്താവിനെ വേദനിപ്പിക്കുന്ന ഒരു കാര്യത്തിലും ഇടപെടാൻ കഴിയാതെ വണ്ണം മനസ്സിൽ ഒരു രജിസ്ട്രേഷൻ ഉള്ളവനാണ് യഥാർത്ഥത്തിൽ വിശുദ്ധൻ. പ്രൈസ് ദി ലോർഡ്. ആകയാൽ ദൈവത്തിന്റെ ആലയം എന്ന ചിന്ത നമുക്ക് തരുമ്പോൾ വിശുദ്ധ ജീവിതം എന്ന ചിന്ത നമ്മെ ഭരിക്കട്ടെ. അത് ഭാര്യയോട് ഇടപെടുമ്പോൾ, മക്കളോട് ഇടപെടുമ്പോൾ, ബിസിനസ്സിൽ ഇടപെടുമ്പോൾ, ചർച്ചിൽ ആയിരിക്കുമ്പോൾ, മറ്റു കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ, സാമ്പത്തിക കാര്യത്തിൽ കൈനീട്ടുമ്പോൾ, വിശുദ്ധ ജീവിതം എന്നത് അതിപ്രധാനം ആയിരിക്കട്ടെ. അത് നമ്മെ നിയന്ത്രിക്കട്ടെ, അത് നമ്മെ ഭരിക്കട്ടെ. അത് നിത്യമായും നമ്മെ നിത്യതയിൽ കൊണ്ടെത്തിക്കാൻ പറ്റിയ കാര്യമാണ്. മറക്കല്ലേ, വഞ്ചിക്കപ്പെടരുത്, ചതിക്കപ്പെടരുത്. വിശുദ്ധ ജീവിതം എന്ന് പറയുന്നത് ഏതെങ്കിലും ചില കാര്യങ്ങളിൽ അമിത പ്രാധാന്യം കൊടുക്കുന്നതല്ല.